എൻ്റെ പേര് അനിൽ സെബാസ്റ്റ്യൻ. ഞാൻ കൊച്ചി വെൽകെയർ ഹോസ്പിറ്റലിലെ പെർഫ്യൂഷനിസ്റ്റാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൃദയ ശ്വാസകോശ രോഗ ചികിത്സയിലെ സാങ്കേതിക വിദ്യയായ എക്മോ ചികിത്സയെ പറ്റിയാണ്. ഇതിനായി നമുക്ക് വേണ്ടി സംസാരിക്കാനായി കൊച്ചി വെൽകെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയാക് സർജൻ ഡോക്ടർ റിജു ആർ നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ പറയൂ, എന്താണ് ഈ എക്മോ? സാധാരണക്കാർക്ക് പരിചിതമില്ലാത്ത വാക്കാണ് എക്മോ ചികിത്സ എന്ന് പറയുന്നത്. ഈ എക്മോ ചികിത്സ വഴി മറ്റൊരാൾക്ക് രണ്ടാമതൊരു പുതുജീവൻ കൊടുക്കുവാൻ സാധിക്കുമോ? വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വെളിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹാർട്ട് ലങ് സിസ്റ്റം, അതാണ് അടിസ്ഥാനപരമായി എക്മോ. നമുക്കറിയാം, നമ്മുടെ രക്തത്തിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് ഓക്സിജൻ നിറഞ്ഞ ഭാഗവും, രണ്ട് കാർബൺ ഡയോക്സൈഡ് ഉള്ള രക്തവും. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തിനും ഓക്സിജൻ നിറഞ്ഞ ഒരു രക്തമാണ് നമുക്ക് വേണ്ടത്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ ലങ്സിൽ നിന്ന് ഓക്സിജൻ നിറഞ്ഞ രക്തം ഹൃദയത്തിൽ വരികയും ഹൃദയം അത് പമ്പ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലും എത്തിച്ച് ഉപയോഗത്തിന് ശേഷമുള്ള കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ രക്തം തിരിച്ച് ഹൃദയത്തിൽ വന്ന് അത് വീണ്ടും ലങ്സിൽ പോയി വീണ്ടും ഓക്സിജൻ നിറച്ച് വീണ്ടും ഹൃദയത്തിലേക്ക് വരുന്നു. ഇതാണ് ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. എക്മോ മെഷീൻ ഈ ഒരു പ്രോസസ്സ് മൊത്തമായി ഏറ്റെടുത്ത് നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വെളിയിൽ നിന്ന് പ്രവർത്തിക്കും. അടിസ്ഥാനപരമായി അതാണ് എക്മോ മെഷീൻ. അപ്പോൾ സാർ, സാധാരണക്കാരായ കുറേ പേർക്ക് തോന്നുന്ന ഒരു സംശയമാണ്, ഈ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ട രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് വെന്റിലേറ്റർ. അപ്പോൾ ഈ വെന്റിലേറ്റർ അയാൾക്ക് സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓക്സിജൻ നൽകുകയും അയാളുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്താക്കപ്പെടുകയും ചെയ്യുന്നതാണ് വെന്റിലേറ്റർ ചെയ്യുന്ന ജോലി. അപ്പോൾ സാർ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു, ലങ്സ് ഫെയിലായ പേഷ്യൻസിന് ഈ എക്മോ ചികിത്സ വഴി പുതുജീവൻ നൽകുവാൻ സാധിക്കും, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സാർ എക്മോ വെന്റിലേറ്റർ തമ്മിലുള്ള വ്യത്യാസം? അതൊരു വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശ്വാസകോശത്തിലേക്ക്, അതായത് ലങ്സിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുന്ന ജോലി മാത്രം ചെയ്യുന്നൊരു മെഷീനാണ് വെന്റിലേറ്റർ. ശ്വാസകോശത്തിലെ ഓക്സിജൻ ബ്ലഡിൽ കലർത്താനായി വെന്റിലേറ്ററിൽ നിന്ന് നമുക്ക് വലിയ സഹായമൊന്നും ലഭിക്കില്ല. ഇവിടാണ് എക്മോ മെഷീൻ്റെ വ്യത്യസ്തത വരുന്നത്. എക്മോ മെഷീനകത്ത് വെച്ച് തന്നെ ഓക്സിജൻ ബ്ലഡിലേക്ക് കലർത്തി നമ്മുടെ ശരീരത്തിന് വേണ്ടി കൊടുക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ്. ഇത് മാത്രമല്ല, എക്മോ മെഷീൻ കൊണ്ട് ഒരേ സമയം ലങ്സിൻ്റെ ജോലിയും ഹൃദയത്തിൻ്റെ ജോലിയും പൂർണ്ണമായി ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ചെയ്യും. വെന്റിലേറ്റർ മൂലം ഹൃദയത്തിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ ചെറുതാണ്. ഇതാണ് ബേസിക്കലി ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഇതിൻ്റെ ഒരു പ്രാധാന്യം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലങ്സിനെ നേരിട്ട് ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. ഉദാഹരണത്തിന് കോവിഡ്, നമ്മൾ കേട്ടിരിക്കും, കോവിഡ് കാലത്തൊക്കെ ലങ്സ് ഒരു 50% ബാധിക്കപ്പെട്ടു, 75% ബാധിക്കപ്പെട്ടു എന്നൊക്കെ കേട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ വെന്റിലേറ്റർ മൂലം ഓക്സിജൻ ലങ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് മാത്രം പോരാതെ വരും. കാരണം ബ്ലഡിലേക്ക് കലർത്താനുള്ള ശേഷി ലങ്സിന് കുറവായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എക്മോ ചികിത്സയായിരിക്കും കൂടുതൽ ഫലപ്രദമാകുക. ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, വെന്റിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തെ സഹായിക്കുന്ന ഒരു മെഷീനാണ്. എക്മോ മെഷീൻ ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ഫങ്ഷൻസ് പൂർണ്ണമായി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ എക്മോ ചികിത്സാ രീതി എന്ന് പറയുന്നത്, ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച ഒരു ചികിത്സാ രീതിയോടും ഫലിക്കാത്ത അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് വേണ്ടി മാത്രം പരിമിതപ്പെടുത്തിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണോ? അതോ ഈ എക്മോ ചികിത്സ വഴി, അല്ലെങ്കിൽ ഈ എക്മോ ചികിത്സ എന്ന രീതി ഏത് രോഗികൾക്ക്, ഏത് തരം രോഗങ്ങൾക്കാണ് ഫലപ്രദമാക്കാൻ സാധിക്കുന്നത്? അതും വളരെ നല്ലൊരു ചോദ്യമാണ്. താങ്കൾ പറഞ്ഞത് ഭാഗികമായി കറക്റ്റാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ലങ്സിനും ഹൃദയത്തിനും പൂർണ്ണമായി അത് അവരുടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതി അല്ല. ഒരു 1950കളിൽ, അതായത് ഈ മെഷീൻ കണ്ടുപിടിച്ച സമയത്ത് ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ, ഹൃദയ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നൊരു വാക്യത്തിൽ ഇതിൻ്റെ ഉത്തരം ചുരുങ്ങിയേനെ. പക്ഷേ കാലം ഒരുപാട് മാറി. എക്മോ ചികിത്സാ രീതിയെപ്പറ്റിയുള്ള നമ്മുടെ അറിവുകൾ വർദ്ധിച്ചു. മെഷീനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ എക്മോ ചികിത്സയുടെ സാധ്യതകളും ഒരുപാട് കൂടി. ഇപ്പോൾ നമ്മളെല്ലാം കേട്ടിരിക്കും, ഒരു മാസീവ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മാസീവ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ബൈപ്പാസ് സർജറി, ഉടനെ ഒരു ബൈപ്പാസ് സർജറി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ഒരു സ്റ്റെൻറ്റിങ്ങോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു പ്രൊസീജിയർ പൂർത്തീകരിക്കാനുള്ളൊരു സാവകാശം നമുക്ക് കിട്ടാറില്ല.
അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ബൈപ്പാസ് സർജറി ചെയ്യുന്നിടം വരെ അല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നിടം വരെ ജീവൻ നിലനിർത്താൻ നമുക്ക് എക്മോ മെഷീൻ്റെ സഹായം തേടാൻ സാധിക്കും. അതുമാത്രമല്ല പോയ്സണിങ്ങിലും നമുക്ക് എക്മോ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കും. ട്രോമ, അതായത് ഇപ്പോൾ റോഡിലുണ്ടാകുന്ന ആക്സിഡൻറ്റ്, അപകടം, അത് റോഡിലുണ്ടാവണമെന്ന് മാത്രമല്ല എവിടെ എങ്ങനെ ഒരു അപകടം ഉണ്ടായാലും അതിലൊക്കെ നമുക്ക് എക്മോ മെഷീൻ്റെ സാധ്യതകൾ ഉണ്ട്. പൾമണറി എംബോളിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന രക്തധമനിയിൽ രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥ. സാധാരണഗതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഈ ഒരു അവസ്ഥയുടെ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് 30 to 40% ആണ്. അപ്പോൾ ഇത്രയും കാഠിന്യമുള്ള അസുഖത്തിനും നമുക്ക് എക്മോ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കും. അതുമാത്രമല്ല അണുബാധ ഉണ്ടെങ്കിലും നമുക്ക് എക്മോ മെഷീൻ്റെ സഹായം തേടാവുന്നതാണ്. സാർ, എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത് വേദനയെ പറ്റിയാണ്. ഈ ചികിത്സാ രീതി എത്രത്തോളം വേദനാജനകമാണ്? ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മയക്കിക്കിടത്തി ചെയ്യുന്നത് പോലെ ഈ എക്മോ ചികിത്സ എന്ന് പറയുന്നത് മയക്കിക്കിടത്തി പൂർത്തീകരിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണോ? തീർച്ചയായിട്ടും ഇതിന് അധികം വേദനയൊന്നും എടുക്കില്ല. നമ്മൾ എക്മോ മെഷീനെ പറ്റി ഇത്രയൊക്കെ സംസാരിച്ചുവെങ്കിലും ഒരു രോഗിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, അവൻ്റെ 2 ഞരമ്പുകളിൽ 2 ചെറിയ ട്യൂബുകൾ നമ്മൾ ഘടിപ്പിക്കും. അതല്ലാതെ രോഗിക്ക് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ആ ഞരമ്പുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ കാലിലെ ആയിരിക്കാം, അല്ലെങ്കിൽ കഴുത്തിലെ ആയിരിക്കാം, അല്ലെങ്കിൽ നെഞ്ചുകൂടിൻ്റെ അകത്തെ ഒരു ഞരമ്പായിരിക്കാം. ഞരമ്പ് ഏതാണെങ്കിലും നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അനസ്തീഷ്യയിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അനസ്തീഷ്യയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് ഇതേപ്പറ്റി ഒരു ഓർമ്മയുണ്ടാവില്ല, അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ കൂടി പേഷ്യൻറ്റ് വളരെ കംഫർട്ടബിളായിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് 2 ട്യൂബ് മാത്രം ഇങ്ങനെ വെളിയിൽ നിൽക്കും. അതല്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും എക്മോ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രോഗിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ സാധിക്കും. ഒരു വെന്റിലേറ്ററിൽ നിന്ന് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്, ആ പേഷ്യൻറ്റിന്, അവരുടെ ബന്ധുക്കാരോടൊക്കെ നമുക്ക് നല്ലപോലെ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. സാർ, എനിക്ക് അടുത്തതായി ചോദിക്കാനുള്ളത്, എക്മോ എന്ന ചികിത്സാ രീതി ഏതൊക്കെ രോഗികൾ, അതായത് കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണോ? തീർച്ചയായിട്ടും എക്മോ ചികിത്സാ രീതി പ്രായഭേദമന്യേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ്. ജനിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക്, അതായത് ഒരു 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തികൾക്ക് വരെ ഫലപ്രദമായി നമുക്ക് എക്മോ ചികിത്സ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്മോ ചികിത്സ എന്ന് പറയുന്നത് താൽക്കാലികമായി നമ്മുടെ ഹൃദയത്തിനും ലങ്സിനും കൊടുക്കുന്ന ഒരു സപ്പോർട്ട് മാത്രമാണ്, അവർക്കുള്ള ഒരു ചികിത്സയല്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചില അസുഖങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ അവരുടെ അസുഖം വളരെ ഗുരുതരമായിരിക്കും, അതിൽ നിന്നൊരു റിക്കവറി സാധ്യമാകില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പ്ലാന്റ് സർജറിയാണ്. അപ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റ് സർജറിയുടെ സാധ്യതകളെപ്പറ്റി പഠിക്കാതെ നമ്മൾ എക്മോ ചികിത്സ തുടങ്ങുന്നതിൽ അർത്ഥമില്ല. ചുരുക്കത്തിൽ എവിടെയൊക്കെ റിക്കവറിക്കൊരു സാധ്യതയുണ്ടോ അവിടെല്ലാം നമുക്ക് എക്മോ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കും. സാർ, എക്മോയുടെ ഇത്രയും അഡ്വാൻറ്റേജസിനെ പറ്റിയും ഇത്രയോ ചികിത്സാ രീതികളെ പറ്റിയും ഇത്രയോ ഇമ്പോർട്ടൻസിനെ പറ്റിയും പറഞ്ഞു തന്നപ്പോൾ ഈ മെഷീനെ പറ്റി കൂടുതൽ അറിയുവാനും ഈ മെഷീനെ കണ്ട് മനസ്സിലാക്കുവാനും ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുന്നത് സാർ? തീർച്ചയായും അതൊരു നല്ല ആഗ്രഹം തന്നെയാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മുടെ പെർഫ്യൂഷൻ വിഭാഗത്തിലെ സീനിയർ പെർഫ്യൂഷനിസ്റ്റും എല്ലാവരും ചേർന്ന് ഈ മെഷീനെ പറ്റി പൂർണ്ണ ഒരു വിവരണം തരുന്നതായിരിക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ.